ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഷാർജ അക്വേറിയത്തിലാണ്. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ ഷാർജ അക്വേറിയത്തിലോട്ടൊരു വിസിറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ വ്യൂസൊക്കെ നമുക്കൊന്ന് കാണാം. സോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്. യൂഷ്വലി നാഷണൽ ഡേ അങ്ങനെ ഉള്ള പബ്ലിക് ഹോളിഡേയ്സിന് ഇവിടെ 2 ദിവസം ഫ്രീ എൻട്രൻസ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 25 ദിർഹംസ് ആണ് പേ ചെയ്യേണ്ടത്. ഇവിടെ ഒരു സൈഡിൽ നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ വ്യൂസും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ മ്യൂസിയം ഉണ്ട്. അത് രണ്ടും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം മ്യൂസിയത്തിനകത്ത് അവർ ജസ്റ്റ് ഇവിടുത്തെ പഴയ ബോട്ടും അങ്ങനത്തെ അവരുടെ പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് അക്വേറിയത്തിൻ്റെ വ്യൂസാണ് കാണുന്നത്. ഇത് അവരൊരു സൈഡിലായിട്ട് പണ്ടത്തെ ഇവിടുത്തെ പോർട്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ മോഡലിൽ തന്നെ അവിടെ അക്വേറിയത്തിൻ്റെ സൈഡിലായിട്ട് ചെയ്തു വെച്ചിരിക്കുവാണ്. പണ്ടത്തെ പോർട്ടിൻ്റെ എൻട്രൻസും അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നതെന്നൊക്കെ അവർ ചെറിയൊരു വിഷ്വലൈസേഷൻ പോലെ അവിടെ ടി വിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അക്വേറിയം കാണുന്നതിനോട് കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതും കൂടെ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു സൈഡിൽ ചെറിയ സീ ഹോഴ്സസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയ സീ ഹോഴ്സസ് ആണ് ഇതിനകത്തുള്ളത്.
ഈ ഒരു പാർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഈ ഒരു ഹോളോ സ്പേസിൽ കൂടെ പോകുമ്പോഴത്തേനും മേളിലും അതുപോലെ സൈഡിലും എല്ലാം നമുക്ക് ഫിഷിനെ കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്.
അങ്ങനെ നമ്മൾ അക്വേറിയത്തിൻ്റെ അകത്തെ വ്യൂസൊക്കെ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ വേറൊരു സൈഡിലായിട്ട് അവിടെ മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം മ്യൂസിയത്തിനകത്തുള്ള വ്യൂസും കൂടെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഈ ബിൽഡിങ്ങിൽ തന്നെ വേറൊരു സൈഡിലായിട്ടാണ് മ്യൂസിയത്തിൻ്റെ വ്യൂസ് അവർ മ്യൂസിയം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ആ മ്യൂസിയത്തിനകത്തോട്ട് ചെല്ലുവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് പുറത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇത് ചെയ്തു. ഇനിയും അവിടുന്ന് ഇതാണ് നമ്മുടെ മ്യൂസിയം. ഇതിനകത്ത് പല ടൈപ്പിലുള്ളവർ, അതായത് നമ്മുടെ പോർട്ടും അതുപോലെ തന്നെ ഈ നമ്മുടെ പേൾസും അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ പണ്ടത്തെ കാലത്ത് അവർ അങ്ങനെ ചെയ്തിരുന്ന, അവർക്ക് കിട്ടിയിട്ടുള്ള അങ്ങനെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മിററിനകത്തൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പേൾ കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പേളാണ്. അതിനകത്തൂടെ നോക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നല്ല ഒരു ഇതായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിപ്പം ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നതാണ്. പണ്ടത്തെ കാലത്ത് അവർക്ക് അവരുടെ ആ ഒരു ലൈക്ക് അവരുടെ പോർട്ടും അങ്ങനെയുള്ള ഇടത്തുനിന്ന് അവർക്ക് കിട്ടിയ ഒരു സാധനം, അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അവരുടെ പണ്ടത്തെ ബോട്ടുകളും അതുപോലെ തന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫിഷിംഗ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ പോർട്ടിൽ അവർ ചെയ്തിരുന്ന ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു ഇപ്പോൾ ഒരു റെപ്രസെൻറ്റേഷനാണ് അവർ ഈ മ്യൂസിയത്തിൽ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ അത്രയും വലിയൊരു മ്യൂസിയമായിട്ടൊന്നുമില്ല. ഒരു നമ്മൾ കയറുന്ന എൻട്രൻസിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഹാളായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ആ ഹാളിനകത്ത് എല്ലാ കാര്യങ്ങളും അവർ പല പല പ്ലേസസിൽ അറേഞ്ച് ചെയ്തേക്കുവാണ്. ചെറിയ ബോട്ട്സും അതുപോലെ തന്നെ വലിയ ബോട്ട്, അതുപോലെ തന്നെ ആൾക്കാർ ഈ പോർട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ, ഇപ്പം ഈ നെറ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവർ ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ആ ഒരു പ്ലേസ് തന്നെ പലയിടത്തായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഈ മ്യൂസിയം, നിങ്ങളെല്ലാവരും കണ്ടതുപോലെ തന്നെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഷാർജ അക്വേറിയത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഷാർജയിലും UAE എല്ലായിടത്തും ഉള്ള ആൾക്കാർക്ക് വളരെ എളുപ്പം തന്നെ വന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഷാർജയിലോ അല്ലെങ്കിൽ UAE എവിടെ ആണെങ്കിലും താമസിക്കുന്ന ആളുകൾ ഇവിടെ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേലും ഒരു ദിവസം വന്ന് ഇവിടെ ഇതൊന്ന് കാണുക. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, പ്രത്യേകിച്ച് അക്വേറിയം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്സ്. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ബൈ. താങ്ക് യു.